മൈക്രോവേവ് നോക്കാം. മൈക്രോവേവിൻ്റെ ഫ്രീക്വൻസി ഇവിടെ പറയുന്നുണ്ട് 300 MHz ടു 300 GHz. ഇത്രയാണ് ഫ്രീക്വൻസി റേഞ്ച് പറയുന്നത്. അതുപോലെ മൈക്രോവേവ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് കനോട്ട് പെനട്രേറ്റ് എനി സോളിഡ് ഒബ്ജക്റ്റ്. അല്ലേ, റേഡിയോ വേവ് എല്ലാ ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മൈക്രോവേവ് എന്താണ് ചെയ്യുക? നേരെയാണ് പോവുക. ഇവിടുന്ന് ഒരു ആൻറ്റിന ഉണ്ട്, അവിടെ ഒരു ആൻറ്റിന ഉണ്ട്, ഇവിടുന്ന് നേരെ ആ ആൻറ്റിന, അങ്ങനെയാണ് പോകുന്നത്. വേറെ ഭാഗങ്ങളിലേക്കൊന്നും വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് ഇടയിൽ എന്തെങ്കിലും ഒരു സോളിഡ് ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ പെനട്രേറ്റ് ചെയ്ത് പോവില്ല. അപ്പം എന്താ, കണക്ഷൻ അവിടെ ഇൻറപ്റ്റഡ് ആയി. ഇതാണ് മൈക്രോവേവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റുകളൊക്കെ വന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ടവേഴ്സൊക്കെ നല്ല ഹൈറ്റിലായിരിക്കും ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം മൈക്രോവേവിൻ്റെ. എന്താ പറയുന്നത്, റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ദാൻ വയേർഡ് മീഡിയ. വയേർഡ് മീഡിയനേക്കാളും ഇൻഎക്സ്പെൻസീവ് ആണ്. അധികം നമുക്ക് കോസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഓഫേഴ്സ് ഈസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓവർ ഡിഫിക്കൽട്ട് ടെറൈൻ. അല്ലേ, ഡിഫിക്കൽട്ട് ടെറൈൻ അതായത് നമുക്ക് ഡാറ്റ കണക്ഷൻസ് കുറവ് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നെറ്റ്വർക്ക് യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അവിടെയൊക്കെ ഈസി കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. പിന്നെ പറയുന്നത് ദ ട്രാൻസ്മിഷൻ ഈസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. നമ്മുടെ ഡാറ്റ ട്രാൻസ്മിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരെയാണ് പോകുന്നത്. ദെർഫോർ ദ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ് ആൻറ്റിനാസ് നീഡ് ടു ബി പ്രോപ്പർലി അലൈൻഡ്. അത് നേരെ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആൻറ്റിനാസ്, രണ്ട് ഭാഗങ്ങളിലുള്ള ആൻറ്റിനാസ് പ്രോപ്പറായിട്ട് തന്നെ അലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് മൈക്രോവേവിൽ പറയാനുള്ളത്. ഇനി നമുക്ക് പറയാം ഇൻഫ്രാറെഡ് വേവ്സ്. ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുന്നത് ഇവിടെ ഫ്രീക്വൻസി റേഞ്ച് പറയുന്നുണ്ട് 300 GHz ടു 400 THz. അത്രയാണ് ഫ്രീക്വൻസി റേഞ്ച് പറയുന്നത്. പിന്നെ ദീസ് വേവ്സ് ആർ യൂസ്ഡ് ഫോർ ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ. വളരെ ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്യുന്നത്. അധികം ലോങ് ഡിസ്റ്റൻസിലേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ പറയുന്നത് നമുക്ക് കൂടുതലും ഈ ബ്ലൂടൂത്ത് കണക്ഷൻ അങ്ങനെയുള്ള ഷോർട്ട് ഡിസ്റ്റൻസ് ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന അത്രയും ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്ക് ഇൻഫ്രാറെഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സിൽ നോക്കാം. എ ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ, ഹെൻസ് ഇൻഫർമേഷൻ പാസ്ഡ് ടു വൺ ഡിവൈസ് ഈസ് നോട്ട് ലീക്ക്ഡ്. അതായത് എ ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് നമുക്ക് നേരെ നോക്കിയാൽ കാണാൻ പറ്റുന്ന അത്രയും ദൂരം, അതാണ് പറയുന്നത്. അത്രയും ഷോർട്ടായിട്ടുള്ള ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വൺ ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ലീക്ക് ആവാതെ തന്നെ നമ്മുടെ ഡാറ്റ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഓൺലി 2 ഡിവൈസസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഇപ്പോൾ നെറ്റ്വർക്ക് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ. പക്ഷേ ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം രണ്ട്